മന്ത്രി വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ച കേസിൽ ജയിലിലുള്ള KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബിതുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറ്. ബിതുലിന്റെ വടകരയിലെ വീട്ടിൽ സന്ദർശനം നടത്തിയ ഷാഫി പറമ്പിൽ MP സർക്കാരിനും CPIഎമ്മിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മന്ത്രിയുടെ പരിക്കിൽ ഭരണ പ്രതിപക്ഷ വാക്പോരും തുടരുകയാണ്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു വടകര തോടന്നൂരിൽ ബിതുൽ ബാലന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. മന്ത്രിയെ കരിങ്കുടി കാണിച്ച സംഭവത്തിൽ ജയിലിൽ കഴിയുകയാണ് ബിതുൽ ബാലൻ. പ്രതികളെ അറിയാമെന്ന ബിതുലിന്റെ പിതാവ് ബാലൻ 24-നോട് 2:37 ശബ്ദം കേൾക്കുന്നത്. ഭയങ്കര ശബ്ദത്തോടു കൂടിയാണ് ബോംബിട്ടത്. അപ്പോൾ ഞാനും ഭാര്യ എഴുന്നേറ്റ് അങ്ങനെ വാതിൽ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ അടുത്തുള്ള ആ വീട്ടുകാരനെ വിളിച്ച് അപ്പോൾ അവരൊക്കെ എത്തി. ഇതിന് ശേഷമാണ് എല്ലാം വാതിലൊക്കെ തുറന്നെല്ലാം. ബിതുലിന്റെ വീട്ടിലെത്തിയ ഷാഫി പറമ്പിൽ MP CPIഎമ്മിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. സമരക്കാരുടെ നിഴൽ പോലും താങ്കളുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല എന്ന് കാഴ്ചയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ ഒരു ഇൻസിഡൻറ്റിൽ സ്ത്രീകളുടെ താല്പര്യവും സംരക്ഷണവും ഒക്കെ പ്രസംഗിക്കുന്ന അങ്ങ് ഈ വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന തങ്കം എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മ അവരുടെ കിടപ്പുമുറിയിലേക്ക് വന്നു വീണ ബോംബിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേരളത്തിനോട് പറയണം. അതേസമയം മന്ത്രിക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് ഭരണപ്രതിപക്ഷ വാക്പോര് തുടരുകയാണ്. വീണ ജോർജിനും CPIഎമ്മിനുമെതിരെ പ്രതിപക്ഷ നേതാവ്. എന്തിനാ ഓപ്പറേഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായില്ല. ഈ കത്രികയുടെ പേടിയുള്ളതുകൊണ്ട് പച്ചക്കള്ളവല്ലേ പറഞ്ഞത് മുഴുവൻ അഭിനയം മാത്രമായിരുന്നു. അഭിനയം. തനിക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മറുപടിയെന്ന സ്പീക്കർ AN ഷംസീർ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിന് അതേപോലെ ഞാൻ ഇരിക്കുന്നൊരു പൊസിഷൻ വെച്ച് റിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഞാനിപ്പോൾ ഒരു സ്പീക്കറാണ്. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന മാർച്ച് മാസം 2nd വീക്കോടെ ഇലക്ഷൻ പ്രഖ്യാപിക്കും. ആ ഘട്ടത്തിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. ഇതിനിടെ ചികിത്സയിലിരുന്ന ആരോഗ്യമന്ത്രിക്കൊപ്പം ആരോഗ്യ പ്രവർത്തകർ സെൽഫി എടുത്ത സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിനോട് മന്ത്രിയുടെ ഓഫീസ് വിശദീകരണം തേടി. മന്ത്രി ഡിസ്ചാർജ് ആകുന്നതിന് തൊട്ടു മുൻപ് ICUവിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. മന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഫോട്ടോ എടുത്തതെന്നാണ് ആരോഗ്യ പ്രവർത്തകയുടെ വിശദീകരണം. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.